ആ കടയിലെ സെയിൽസ് ഗേൾ തന്നെയാണ് പിന്നെ ഇവിടെ ഒരു ഷെഫ് ഒരു അറബിക്കിന് എന്തോ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാളിന്റെ അകത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഷെയ്ഖ് സായിദ് റോഡിലൂടെ കടന്നു പോകുന്ന ആരൊരാളും ഇതിനെ കണ്ട് അതിശയപ്പെടാതെയും ഇവിടെ നമുക്ക് നല്ല മാങ്ങ ഉണ്ട്, നല്ല സെറ്റ് അടിച്ചിട്ട് മാങ്ങ, അതുപോലെ പൈനാപ്പിൾ ഉണ്ട്. ഇവിടെ ഏതെടുത്താലും രണ്ട്. അസ്സലാമു അലൈക്കും. ഷെമിബാസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ എന്റെ വീഡിയോ കാണുന്നത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ റമദാൻ മാസവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാഴ്ചകളുമായിരുന്നു കാണിച്ചിരുന്നത്. ഇനി ഈ നോമ്പ് കഴിയുന്നവരെ, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ നോമ്പ് കഴിയുന്നത് വരെ അത്തരം കാര്യങ്ങളായിരിക്കും എന്റെ വീഡിയോ ഉൾപ്പെടുത്തുക. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതും ഒക്കെ നോമ്പിന്റെ ആദ്യ ദിനങ്ങളിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് എത്രയും പെട്ടെന്ന് നോമ്പ് 8ലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ആഘോഷിക്കാൻ എനിക്ക് ഇഷ്ടം നാട്ടിലാണ്. പക്ഷെ റമദാൻ മാസം എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയും അത് UAE തന്നെയാണ്. റമദാൻ എത്തിക്കഴിഞ്ഞാൽ സ്വദേശികളായ അറബികളും വിദേശീയരുമെല്ലാം അവരുടെ വില്ലകളും ഫ്ളാറ്റുകളും ഒക്കെ അലങ്കരിക്കാറ് പതിവാണ്. പലവിധ ഡിസൈനോട് കൂടിയ ലൈറ്റുകളും റമദാൻ സമയങ്ങളിൽ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. റമദാന്റെ ആരംഭത്തിൽ ഇത്തരം കടകളിൽ ഇത് വാങ്ങാനുള്ള തിരക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഷോപ്പുകാരും ഇതിൽ നിന്നൊട്ട് പിന്നിലല്ല. ഓരോരുത്തരും മത്സരിച്ച് അലങ്കരിക്കും അവരവരുടെ ഷോപ്പുകൾ. റമദാനിൽ പകൽ സമയങ്ങളിലാണെങ്കിൽ ടൗൺ ഭയങ്കര ഉറക്കത്തിലും രാത്രി വളരെ സജീവവുമായിരിക്കും. 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ അനുജൻ മൻസൂർ കണ്ടത്തിലിന്റെ ദുബായിൽ അൽ നഹദയിലുള്ള ഷോപ്പിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഓരോ കടകളും പലവിധ ഡെക്കറേഷൻ ലൈറ്റുകൾ കൊണ്ടും പല വർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ കൊണ്ടൊക്കെ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയായിരുന്നു. അവിടെ എല്ലാ തരത്തിലുള്ള ഭക്ഷണവും ലഭ്യമായിരുന്നു. അവര് അതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഈ മാർക്കറ്റ് ചിലപ്പോൾ ഇങ്ങനെ അത്താഴം വരെ തുറന്നിരിക്കും. ഞങ്ങൾ നോമ്പ് മുറിച്ച് കഴിഞ്ഞ ഉടനെ ആയതിനാൽ ആൾക്കാർ ഇങ്ങനെ എത്തി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നു. സാധാരണയായിട്ട് തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരും അല്ലെങ്കിൽ ഫാമിലിയും ഒക്കെയുമായി വന്നിട്ട് കുറെ വിവിധ തരത്തിലുള്ള ഫുഡുകൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അത് വീക്കെൻഡ് ആയാൽ പിന്നെ രാവിലെ വരെ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഹൈദരാബാദി ബിരിയാണി കിട്ടുന്ന ബിരിയാണിവാല റെസ്റ്റോറന്റ്, അതുപോലെ തന്നെ കറക്റ്റി മുതൽ കാശ്മീരി ചായ വരെ ലഭിക്കുന്ന ധാരാളം ടീ ഷോപ്പുകൾ, കുൽഫി, എല്ലാവിധ വിഭവങ്ങളും എല്ലാവിധ ഫുഡും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വളരെ പ്രസിദ്ധമായ കാസർഗോഡിന്റെ നെയ്ച്ചോറും ബീഫും കൊണ്ടുള്ള പള്ളിക്കെട്ട് ലഭിക്കും. ഞാൻ നോമ്പല്ലാത്ത സമയങ്ങളിലും ഇവിടെ വന്നിട്ട് ആ പള്ളിക്കെട്ടൊക്കെ ഞങ്ങൾ വെള്ളിയാഴ്ച പള്ളിക്കെട്ടൊക്കെ വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. ഇത് ഉപ്പിലിട്ട ഐറ്റംസ് വിൽക്കുന്ന ഒരു കടയാണ്. ഞങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം ഓരോന്നും എന്താണെന്ന് വിശദീകരിക്കാൻ തുടങ്ങി. ഇവിടെ നമുക്ക് നല്ല മാങ്ങ ഉണ്ട്, നല്ല സെറ്റ് അടിച്ചിട്ട് മാങ്ങ, അതുപോലെ പൈനാപ്പിൾ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, അതുപോലെ നെല്ലിക്കണ്ട് ഉപ്പിലിട്ട് സ്പെഷ്യൽ നല്ല സ്പെഷ്യൽ മാങ്ങ, മസാല ഉണ്ട്, നല്ല സ്പെഷ്യൽ മാങ്ങ, അതുപോലെ അടിച്ച മാങ്ങ ഉണ്ട്. പഴയകാല മിഠായിയുടെ വലിയൊരു ഡിസ്പ്ലേ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവെ ഈ ഉപ്പിലിട്ട സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല, പ്രത്യേകിച്ച് റമദാൻ മാസം ആയത് കൂടിക്കൊണ്ട്. അപ്പോ ഞങ്ങൾ അവിടുന്ന് ഇപ്പം വരാന്ന് പറഞ്ഞ് ഈ ഉപ്പിലിട്ട കടയിൽ നിന്ന് ഞങ്ങൾ യാത്ര പോയി. കുറച്ചപ്പുറമായി മാറിക്കിടക്കുന്ന ഈറ്റ് ആൻഡ് ചിൽ എന്ന് മറ്റൊരു റെസ്റ്റോറന്റിലേക്കാണ്. അപ്പൊ അവിടെ എന്തൊക്കെയോ കാര്യം, അപ്പൊ എന്തെങ്കിലും തണുത്തത് കഴിക്കാൻ എന്തെല്ലാം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു നല്ല ഐസ് ചേരണ്ടി ഐസ് അങ്ങനെ ഓർഡർ ചെയ്തു. ഐസും വേറും കുറച്ച് എന്തൊക്കെയോ ചേർത്ത് ടേസ്റ്റ് ഉള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു. ഇവിടെ ഇതല്ലാതെ ഉപ്പിലിട്ട വേറെ കുറെ സാധനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. മൻസൂറിന് ആദ്യം ഇതിന്റെ ടേസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. പണ്ട് മൻസൂർ റിയാസ് ഒക്കെ ആയിട്ട് കോഴിക്കോട് ബീച്ചിൽ പോയപ്പം ഇത് കഴിച്ച് ഇതിന്റെ കഥകളൊക്കെ മൻസൂർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ടേസ്റ്റ് ഓക്കെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് റിഫ്രഷ് ആയതുപോലെ തോന്നി. പിന്നെ ഞങ്ങൾക്ക് മൻസൂറിന്റെ ഷോപ്പിലൊന്ന് പോകണം. ഷോപ്പിൽ പോയിട്ട് തറാവി നമസ്കരിക്കാൻ കൂടി പോവേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും കറങ്ങാൻ നിന്നിട്ടില്ല, എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടില്ല. ദിവസങ്ങളുണ്ട്, വരും ദിവസങ്ങളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പോകാമെന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും മൻസൂറിന്റെ ഷോപ്പിലേക്ക് പോയി. ദുബായ് നഹദയിലെ സഹാറ സെന്ററിന്റെ തൊട്ട് പുറകിലാണ് മൻസൂറിന്റെ സൂപ്പർ മാർക്കറ്റ്. ദേറ നൈഫിലെ ഒരു സ്വകാര്യ ഇലക്ട്രോണിക്സ് കടയിൽ ജോലി തുടങ്ങിയായിരുന്നു മൻസൂറിന്റെ പ്രവാസം ആരംഭിച്ചത്. ഇപ്പോൾ ഇങ്ങനെ കുറെ വർഷങ്ങളായിട്ട് ഈ സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെ തന്നെ മൻസൂറിന്റെ ഒരു സിസ്റ്റർ തസ്ലീനാന്റെ ഹസ്ബൻഡ്, മൻസൂറിന്റെ അളിയൻ മുട്ടുന്നില്ല കരീമും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് റൺ ചെയ്യാൻ. ഞങ്ങൾ രാവിലെ അത്താഴം കഴിക്കാൻ എഴുന്നേറ്റ പിന്നെ ഉറങ്ങാറില്ല. നിസ്കാരവും ഖുർആൻ പാരായണവും ഒക്കെ കഴിയുമ്പോഴേക്കും ഫിൽസാക്ക് സ്കൂളിൽ പോകേണ്ട സമയമാവും. അപ്പോഴേക്കും ഫിൽസ റെഡി ആയിട്ട് വരും. രാവിലെ 5:45 ആകുമ്പോൾ തന്നെ ദുബൈയിലേക്കുള്ള ട്രാഫിക് ജാം ഇങ്ങനെ തുടങ്ങി വരും.
അതെനിക്ക് എന്റെ ഫ്ലാറ്റിന്റെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ വിൻഡോയിൽ കൂടി നോക്കിയാൽ വേണ്ടി കാണാൻ വേണ്ടി പറ്റും. ഫിൽസയുടെ ബസ് 6:20 ആകുമ്പോഴേക്ക് എത്തും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങും. അപ്പോഴേക്കും റോഡുകളിലെല്ലാം സ്കൂൾ ബസിന്റെ വലിയ തിരക്കായി തുടങ്ങും. ഷെമീൽ എന്നെ ഓഫീസിൽ കൊണ്ടുവിട്ട് തിരിച്ച് ഷാർജയിലേക്ക് വരും. ഞാൻ താമസിക്കുന്നത് ഷാർജ ദുബൈ ബോർഡറായ മുവൈലയിലാണ്. രാവിലത്തെ ട്രാഫിക് സഹനീയം തന്നെയാണ്. ഏകദേശം 1.5 മണിക്കൂറോളം വേണം ഷെമീലയുടെ ഷെയ്ഖ് സായ് റോഡിൽ ഓഫീസിലെത്തുവാൻ. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് രസമാണ്. കാരണം ദുബായിയുടെ പല അത്ഭുത നിർമ്മിതികൾ ഉള്ളത് ഈ ഭാഗത്താണ്. പലവിധ ആകൃതിയുള്ള പെൻസിലിന്റെ ആകൃതി മുതലുള്ള കെട്ടിടം മുതൽ ദുബായ് ഫ്രെയിം, ബുർജ് ഖലീഫ തുടങ്ങിയ അനവധി ആകർഷങ്ങളായ കെട്ടിടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ദുബായില് പൊതുവെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർ ഹോട്ടലുകളും അതുപോലെ തന്നെ എല്ലാ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസസ് ഒക്കെ കാണാൻ പറ്റുന്നത് നമുക്ക് ഈ ഷെയ്ഖ് സായ് റോഡിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ദുബായ് ഫ്രെയിം, ബുർജ് ഖലീഫ, ദുബായ് മാള്, അതുകൂടാതെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ, ഇങ്ങനെ നിരവധി ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസുകൾ ഈ ഏരിയയിലായതുകൊണ്ട് കൂടുതലും വിദേശികൾ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത് ഈ ഭാഗത്തുള്ള ഹോട്ടലുകൾ തന്നെയാണ്. അതുകൊണ്ട് ദുബായിന്റെ ഡൗൺ ടൗൺ അടക്കമുള്ള ദുബായിന്റെ ഈ ഏരിയ വളരെ നല്ല ഒരു പോഷ് ഏരിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫ്ളാറ്റുകൾക്കും ഓഫീസ് കെട്ടിടങ്ങൾക്കൊക്കെ അല്പം റെന്റും കൂടുതലാണ്, ജീവിത ചെലവും കുറച്ച് കൂടുതലാണ്. അതില് ദുബായ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിനെ കുറിച്ചൊന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഭാവിയെക്കുറിച്ച് അദ്ദേഹം അറബിയിൽ എഴുതിയ ഒരു കവിതയുടെ രൂപത്തിൽ ജനാലകളുള്ള ഒരു ടോറസ് ആകൃതിയിലുള്ള കെട്ടിടമാണിത്. 2022 ഫെബ്രുവരി 22-നാണ് ഈ മ്യൂസിയം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഷെയ്ഖ് സായ് റോഡിലൂടെ കടന്നു പോകുന്ന ആരൊരാളും ഇതിനെ കണ്ട് അതിശയപ്പെടാതെയോ ഒന്ന് ഫോട്ടോ എടുക്കാതെയോ പോകാതിരിക്കാൻ കഴിയില്ല. റമദാൻ മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ കച്ചവടക്കാരുണ്ടാക്കുന്ന ഈ കൊള്ളലാഭം തടയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രശംസനീയമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ആവശ്യ സാധനങ്ങളുടെ ലിസ്റ്റിലുള്ള സാധനങ്ങൾക്ക് വില കൂട്ടുവാൻ പാടില്ല. പ്രധാനമായും കുക്കിംഗ് ഓയിൽ, എഗ്, ഡയറി പ്രൊഡക്ട്സ്, ഷുഗർ, പോൾട്രി, ചിക്കൻ പോലുള്ള ഐറ്റംസ്, ബ്രെഡ് ഐറ്റംസ്, വീറ്റ് തുടങ്ങിയവയെല്ലാം ഈ ലിസ്റ്റിൽ പെടുന്നത്. റമദാൻ ആയിക്കഴിഞ്ഞാൽ റമദാനിൽ മാത്രം വിറ്റുപോകുന്ന കുറച്ച് പ്രൊഡക്റ്റുകളും ഉണ്ട്. അവ പ്രത്യേകിച്ചും അതിന്റെ മേജർ കച്ചവടം എന്ന് പറയുന്നത് റമദാൻ മാസം മാത്രമായിരിക്കും. വിംടോ, റൂഹ് ഹഫ്സ, ക്രീം കരാമൽസ്, ജെല്ലി ഐറ്റംസ് തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടുന്നവയാണ്. റമദാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഷാർജയിലെ പ്രധാന മറ്റൊരു ആകർഷണമാണ് റമദാൻ നൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഷാർജയിലെ എക്സ്പോ സെന്ററിലാണ് നടക്കുന്നത്. അതായത് ഓൾറെഡി മാർച്ച് 6-ന് സ്റ്റാർട്ട് ചെയ്തു. മാർച്ച് 30 വരെ ആയിരിക്കും ഈ നൈറ്റ്സ് നടക്കുക. ഇതിലേക്കുള്ള പ്രവേശനം മുതിർന്നവർക്ക് 5 ദിർഹംസ് ആണ്, 12 വയസ്സിന് മുകളിലുള്ളവർക്ക് 5 ദിർഹംസ് ആണ്, കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഇവരെ പ്രധാനമായും അഡിദാസ്, പ്യൂമ, റീംബോക്ക് അങ്ങനെ നിരവധി ലോകോത്തര ബ്രാൻഡുകളുടെ സാധനങ്ങൾ നമുക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ, അതായത് 50 മുതൽ 70% വരെ വിലക്കിഴിവിൽ നമുക്ക് ഇത് ഇവിടുന്ന് കിട്ടും. ഈ റമദാൻ നൈറ്റ്സിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 6-ന് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇല്ലെങ്കിൽ നല്ല നല്ല സാധനങ്ങളൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും, നമുക്ക് നല്ല കളക്ഷൻ ഒന്നും കിട്ടൂല. അതുകൊണ്ട് ഒരുപാട് സമയം തപ്പിയെടുത്തിട്ട് വേണം ഇങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ മക്കളെ താത്താന്റെ അടുത്ത് ആക്കിയിട്ടാണ് ഞാനും ഭാര്യ ഷമീലാവും മാത്രമാണ് പോയിരുന്നത്. റമദാൻ നൈറ്റ്സിന്റെ 35ാമത് സീസണാണ് ഇപ്പോൾ എക്സ്പോ സെന്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എഡിഷനിൽ 200-ലധികം പ്രദർശകരാണുള്ളത്. കൂടാതെ 500-ലധികം അന്താരാഷ്ട്ര പ്രാദേശിക ബ്രാൻഡുകളുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ലേഡീസ് ബാഗുകളുടെ വലിയൊരു കളക്ഷനാണ്. അതും 50 മുതൽ 80% വരെ ഓഫറുകളിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. വിന്നിംഗ് ഡീൽ എന്ന ഈ പവലിയനിൽ ഹൗസ് ഹോൾഡ് സാധനങ്ങളെ കൂടാതെ 5 ദിർഹംസിന് പെർഫ്യൂംസ്, അതും നിരവധി വെറൈറ്റീസ്, ഏത് സ്മെല്ല് വേണം നമുക്ക് അവിടുന്ന് കിട്ടുമായിരുന്നു. അതുകൂടാതെ വേറൊരിടത്തും കിട്ടാത്ത രീതിയിലുള്ള ടോയ്സിന്റെ ഒരു ശേഖരം, അതും വളരെ ആദായ വിലക്കായിരുന്നു. ഇവിടെ ഏതെടുത്താലും 2 ദിർഹമാണ്. ഇനി ഐറ്റം 2 ദിർഹംസ് സ്റ്റാൾസ് വേറെയും ഉണ്ട്. ഇതാണ് മറ്റൊന്ന്. ഇത് കുറച്ച് വലിയ സ്റ്റാളാണ് മുമ്പത്തിനേക്കാൾ നോക്കുമ്പോൾ. മൊബൈൽ ആക്സസറീസ്, പ്ലേറ്റുകൾ, കോസ്മെറ്റിക്സ്, അങ്ങനെ വലിയ സാധനങ്ങൾ നില തന്നെ ഇവിടെയുണ്ട്. പക്ഷെ ഇത്തരം 2 ദിർഹംസ് ഷോപ്പിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ വിചാരിക്കും 2 ദിർഹംസേ ഉള്ളൂ, കുഴപ്പമില്ലാതെ നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടും. അവസാനം ബില്ല് കൊടുക്കാൻ വരുമ്പോഴേക്കുണ്ടാവും വലിയൊരു ബില്ല്, വലിയൊരു എമൗണ്ട് ആയിട്ടുണ്ടാവും. ഇവിടെ ഇപ്പം ഷെമീലേക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറെ സ്റ്റാളുകൾ നടന്നു. നമുക്ക് നല്ല വിശപ്പ് തോന്നി തുടങ്ങി, എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ഫുഡ് കോർട്ടിന്റെ ഏരിയയിലോട്ട് പോയി. അവിടെ എത്തുമ്പം ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കേണ്ട പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ചെറുതായി എന്തെങ്കിലും കഴിക്കാനേ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാരണം ഞങ്ങള് ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നല്ല നാടൻ ബീഫ് കറി, ചിക്കൻ ഫ്രൈ, നെയ്പത്തിരി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് ഇതെല്ലാം കഴിക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ഷെഫ് ഒരു അറബിക്കിന് എന്തോ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊറോട്ടക്ക് മാവടിക്കുന്നില്ല, അതുപോലെ ഇങ്ങനെ വട്ടത്തിൽ കറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മൂപ്പർക്ക് നല്ല ആവേശമായി.
പിന്നെ മൂപ്പര് ആ കറങ്ങുന്നതിന്റെ സ്പീഡും കൂടി എന്തെല്ലാം അറബിയിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ സ്പൈറൽ പൊട്ടാറ്റോ മാത്രം വാങ്ങി. നമ്മൾ സാധാരണയായിട്ട് ചില ഷോപ്പുകളിൽ പോകുമ്പം നമ്മൾ പ്രൊഡക്റ്റിന്റെ പരസ്യമൊക്കെ കാണാറുണ്ട്. ഒന്നുകിൽ ആ പ്രൊഡക്റ്റിന്റെ എന്തെങ്കിലും കാറ്റലോഗ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീനിലൊക്കെ LCD സ്ക്രീനിലൊക്കെ ആയിരിക്കും ഡിസ്പ്ലേ ഉണ്ടാകുക. പക്ഷെ ഈ ഷോപ്പിൽ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പരസ്യമായിരുന്നു നമ്മൾ കണ്ടത്. അതായത് ആ കടയിലെ സെയിൽസ് ഗേൾ തന്നെയാണ് ആ കടയിലെ പ്രൊഡക്റ്റിന്റെ പരസ്യം. അതായത് അതൊരു എണ്ണ വിൽക്കുന്ന തലയുടെ താരനും മുടിയൊക്കെ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു തൈലം പോലെ ഒരു എണ്ണ വിൽക്കുന്ന ഷോപ്പാണ്. അവിടുത്തെ സെയിൽസ് ഗേൾ തന്നെ ഒരു വലിയ മുടിയൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ അതിന്റെ പരസ്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരു ഹണി വിൽക്കുന്ന ഒരു യമൻ ഷോപ്പാണ്. പല വിധത്തിലുള്ള ഹണി നമുക്ക് ഈ ഷോപ്പിൽ കാണാൻ വേണ്ടി കഴിയും. ഷെമിലയാണ് വീഡിയോ എടുക്കുന്നത്. അത് കണ്ടപ്പോൾ അയാൾ ഒരു തവി കൊണ്ട് ഇതിൽ മുക്കി ഇതുപോലെ ഉയർത്തിയിട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഹണിയുടെ പ്യൂരിറ്റി മറ്റോ കാണിച്ചു തരുന്നതായിരിക്കാം. എനിക്ക് കുറച്ച് സാമ്പിളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ ബ്രാൻഡഡ് പെർഫ്യൂമിന്റെ സൈഡിലൊക്കെ ഞങ്ങൾ പോയി. അവിടെ ഭയങ്കര ഓഫർ ആയിരുന്നു. മോണ്ട് ബ്ലാങ്ക്, ഹ്യൂഗോ ബോസ്, വെർസൈസ്, CK, ഡേവിഡ് ഓഫ് തുടങ്ങിയ നിരവധി ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. കുറച്ച് ഷെമിലയും വാങ്ങി. LC വൈക്കിക്കി ബ്രാൻഡ് സ്റ്റാളിന്റെ മുമ്പിൽ അതിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു. കാരണം അവിടെ വളരെ നല്ലൊരു ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉദാഹരണം 139 ദിർഹംസുള്ള ഒരു ഷൂസ് ഒക്കെ 15 ദിർഹംസിനായിരുന്നു വിറ്റുകൊണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ച് ഷൂസ് ഒക്കെ അവിടുന്ന് വാങ്ങി. ഇനിയും കുറെ സ്റ്റാൾസിലൊക്കെ പോകാനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മക്കളെ കൂട്ടാതെ വന്നത് കൊണ്ട് ഞങ്ങൾക്ക് അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട് എക്സ്പോ സെന്ററിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്റ്റാളിന്റെ സൈഡിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു സ്റ്റാളിന്റെ അകത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി എന്തൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സാധനമൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് വളരെ മെസ്സി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അകത്തോട്ട് കയറി ചെന്നു. അപ്പൊ അവിടെ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെടുത്താലും 69 ദിർഹംസ്. പക്ഷെ നമുക്ക് തപ്പിക്ക് നല്ല സാധനമൊക്കെ കിട്ടും. കാരണം പാനാസോണിക്, സാംസങ് പോലെയുള്ള കമ്പനിയുടെ വലിയ വലിയ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല വിലയുള്ള സാധനം. അതൊക്കെ 69 ദിർഹംസ് കിട്ടുകയാണെങ്കിൽ കുറച്ച് ലാഭം തന്നെയാണ്. അങ്ങനെ ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ എക്സ്പോ സെന്ററിൽ നിന്നും ഇറങ്ങി. പോകുന്ന വഴിയിൽ ഷാറൂഖിനെയും കൂടി കൂട്ടാനുണ്ടായിരുന്നു. അപ്പോ ഈ വീഡിയോയിലെ റമദാൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. റമദാൻ വിശേഷങ്ങൾ തീരുന്നില്ല. ഇനിയും വരും വീഡിയോകളിൽ ഞാൻ നിങ്ങളെ ഷാർജയിലെയും മറ്റുള്ള എമിറേറ്റ്സുകളിലെയും കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.